തെറ്റിപ്പായും വരമുകിലിനെ ചാരി നീങ്ങി കടവുകൾ താണ്ടിപ്പുഴയിലെ കളിയോള ചിന്തുകൾ ചൊല്ലിടാം അലമത ചാടിക്കടലിലെ ഇടവള നനയാം പലകിടാം കതിരുകൾ കൊയ്യാം കനവിലെ പല ദേശ പെരുമകൾ പങ്കിടാം പരിസരമറിയാ പക്ഷിയായി പിറമുറുകിയ നടപടി കൊടിമറയേറ്റം അടിച്ചു പൊളിക്കാം കളക്കി മറിക്കാം കുതിച്ചു പറക്കാം ഭക്തേമാരിക്കൊപ്പം ചുറ്റും തെങ്ങൽ രസവിരലിനാൽ താളമാടി മായക്കിളിയോ മിന്നൽ ചെല്ലോ മീനോ ഓടി വിതറിതാ പൂക്കൾ നീട്ടി അവനവനാടും കഥയിലെ കനകത്തുണ്ടുകൾ പോട്ടിടാം അടിതടയില്ല കളിയിലെ അടവുകളെല്ലാം മാറ്റിടാം അനുഭവമാണേ എൻ ഗുരു അതുമതി ചേതാവായിടാം ഇനിയൊരു ഗാനം പാടിടാം ചിതറിയ കരവഴി പുതുപടയോട്ടം അടിച്ചു പൊളിക്കാം കളക്കി മറിക്കാം കുതിച്ചു പറക്കാം ഒരു മാറ്റൊലി കാറ്റുമായി ഉയരേ ഉയരാ പല നാൾ പോറ്റിയ സ്വപ്നമേ തുടവാ സൈഡ് ആക്ഷൻ വരുമോ ഓ നമുക്കോരോ നാരങ്ങാവെള്ളം കാച്ചിയാലോ ചുമ്മാ സമയം കളയാതെ സമയം കളയാനാ എടാ പോയ സമയം തിരിച്ചു കിട്ടില്ല എന്ന് പറയും പക്ഷെ USA പോയാ നമ്മൾ 1-ാം തീയതി പുറപ്പെട്ട് 18 മണിക്കൂർ യാത്ര ചെയ്ത് അവിടെ ചെന്ന് ഇറങ്ങുമ്പോഴും 1-ാം തീയതി ഇപ്പോഴേ തുടങ്ങണോ എന്താണേലും ഫ്ലൈറ്റ് സാധനം കിട്ടും ദാറ്റ്സ് പൂരം വെടിക്കെട്ട് ദിസ് ഇസ് സാമ്പിൾ വെടിക്കെട്ട് നമ്മൾ അടിച്ചോണ്ട് USA പോകും ഏത് വാ അണ്ണാ അവരെ ഓടിച്ചോളെണ്ണ പിന്നെ എന്താ നോക്കിയിരിക്കണ ഞാനിതുവരെ നിങ്ങളോട് പറയാത്ത ഒരു ഭീകര സീക്രട്ട് ഉണ്ട്. അതെന്ത് സീക്രട്ട്? സസ്പെൻസ് ആക്കി വെക്കല്ലേ, പറ. ഞാൻ എന്റെ ചെറുപ്പത്തിൽ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചു, ജെസ്സി. ആര്? ജെസ്സി. സ്നേഹം അവൾക്കൊരു വീക്ക്നെസ് ആയിരുന്നു. അവൾ എന്നെ വല്ലാതെ സ്നേഹിച്ചു. അതുപോലെ തന്നെ അവള് അടുത്ത വീട്ടിലെ ഒരു സിനിമാക്കാരനെ സ്നേഹിച്ചു. എന്നിട്ട് അവൾ അതിന്റെ അടുത്ത വീട്ടിലെ ഒരു ചെറുപ്പക്കാരനായിട്ട് ഓടിപ്പോയി. കള്ളി. പക്ഷെ ഓടിപ്പോകുന്നതിന് മുമ്പ് അവൾ എന്നെ കൊണ്ടൊരു പ്രോമിസ് ചെയ്യിച്ചു. എന്ത് പ്രോമിസ്? ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന്. ആണോ? പ്രോമിസ് അവൾക്ക് വെറും പരുത്തിപ്പെണ്ണാക്കായിരിക്കാം, പക്ഷെ എനിക്ക് ഞാൻ ഈ പ്രോമിസ് ടൂത്ത് പേസ്റ്റിന്റെ കവർ പോലും സൂക്ഷിച്ചു വെക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് എന്ത് സംഭവിച്ചു, എനിക്കിനി ഒരു ഇന്ത്യക്കാരിയെ പ്രണയിക്കാനോ കല്യാണം കഴിക്കാനോ കേട്ടോടാ. വിടന്ന അല്ലേലും അണ്ണന്റെ റേഞ്ചിന് എന്ത് ഇന്ത്യക്കാര് അല്ലേ? പിന്നല്ലാതെ. അണ്ണ നല്ല സ്വർണ്ണ മുടിയുള്ള കാപ്പിപ്പൊടി കളർ കണ്ണുള്ള തുടുതുടുത്ത ചുണ്ടുള്ള നല്ലൊരു അമേരിക്കക്കാരിയെ വലത്തുകാലം വെച്ച് കയ്യിൽ നിലവിളക്കുമായി അണ്ണന്റെ വീട്ടിൽ കയറ്റുന്ന കാര്യം ഞങ്ങൾ ഏറ്റു.
പിന്നെ അണ്ണനും വേണ്ടടാ ഒരു ലൈംഗിക ബന്ധം. ദാമ്പത്യ ബന്ധം. ആ കുട്ടിയും കുടുംബവും പ്രാരാബ്ദങ്ങളും ഒക്കെ. അണ്ണാ 1 വർഷത്തിനുള്ളിൽ അണ്ണന്റെ വീടിന്റെ മുമ്പിൽ 3-4 പിള്ളേര് ചറപറ ഓടി കളിച്ചു നടക്കും. Come on. ഈ എയർ ഹോസ്റ്റസ്മാരൊക്കെ നല്ല കിടിലെ സുന്ദരിമാരായിരിക്കില്ലേ? ഇപ്പൊ അവിടെ കണ്ട മിടിയിട്ടവരല്ലേ. അണ്ണ പേടിയായിട്ടാണ്. പേടിയാണെങ്കിൽ വരരുത്. नमस्कार ഞാൻ ജബ്ബാർ പറ്റക്കുഴി. അത് എന്താടാ ഫ്ലൈറ്റ് മാറിപ്പോയ ആഫ്രിക്കക്കാരി എയർപോർട്ട്. എന്റെ ടിക്കറ്റ് അല്ല ഇവിടെ ഇരിക്കാൻ പറ്റൂല. അവിടെ എന്താണ് ഇത്? അണ്ണ ഇത് കണ്ടാണ്ണ കളിയാക്കണം. നീ ഒരുമാതിരി ആളെ കളിയാക്കി ചിരിക്കരുത്. എന്താണ് അണ്ണാ ഞാൻ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി പോട്ടാ. കൊച്ചുണ്ടാക്കില്ലേ? ക്രിക്കറ്റ് കളിക്കാരെ വരെ ഇറക്കി വിട്ട ടീമായത്. എന്തുട്ടാണ് അമ്മായി കിടന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്? അത് ഫ്ലൈറ്റ് നിലത്ത് വീണ എന്ത് ചെയ്യണം പറഞ്ഞുതരാം. എന്താ വെറുതെ മനുഷ്യനെ പേടിപ്പിക്കില്ലേട്ടാ. അല്ലെ തന്നെ പേടിച്ചിട്ട് എവിടെ ഇരിക്കണേ. ഓപ്പറേഷൻ തിയേറ്ററിൽ പോണവനെ മോർച്ചയുടെ വിസിറ്റിംഗ് കാർഡ് കൊടുക്കണ പോലെ. അണ്ണാ അതേ കള്ളു വന്ന്. ചേച്ചി എനിക്ക് 1.5 ബ്രാൻഡി സോഡ. ചേച്ചി ചേച്ചി എനിക്കൊരു 1.5 ബ്രാൻഡി. 1.5 അണ്ണാ ഫസ്റ്റ് ക്ലാസ് ഇഷ്ടം പോലെ കിട്ടൂല്ലോ അല്ലേ? ഇത് വെറുതെ വാറ്റടിക്കുന്ന പോലെ അടിക്കാതടാ. ഇതൊരു സ്കോച്ച് വിസ്കിയാണ്. ഇത്തിരി ബഹുമാനം കൊടുക്കുക ഇവിടെ. അല്ല ഇനിയും കിട്ടൂല്ലോ അല്ലേ? ചേച്ചി ചേച്ചി ഒരെണ്ണം കൂടി ഗ്ലാസ് വേണ്ടേ? ആക്രമണം കാണിക്കില്ലേ? ആ എയർ ഹോസ്റ്റസ് എന്ത് വിചാരിച്ചു കാണും? എയർ ഹോസ്റ്റസ് ഇവരാ 20 വർഷം മുമ്പ് എയർ ഹോസ്റ്റസ്, ഇപ്പൊ എയർ അമ്മച്ചീസ്. എടാ ഇതിനെയൊക്കെ കണ്ട് വെള്ളം ഒരുക്കിയിരിക്കുന്നതിലും ഭേദം 4 അടിച്ച് പിറ്റായിക്കിടന്നങ്ങ് ഉറങ്ങാൻ. അല്ല ഉണ്ടാതിരേടാ ഒച്ച വെക്കലേക്കാ. അണ്ണാ അടങ്ങിയിരുന്ന ഒരുപാട് കള്ളു തരും. തെക്കൂട്ടി ചെക്കെന്നും പറഞ്ഞ അവന്മാരുടെ ദേഹം മുഴുവൻ കയറി നിരങ്ങി. എടാ വർക്ക് നീയല്ലേ പറഞ്ഞു ഇവിടെ ഗേ എന്നും പറഞ്ഞൊരു കൂട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് അവന്മാരാണ്. ഓ എന്തായാലും അണ്ടർവെയർ ഇടാൻ തോന്നുന്നു. അതെങ്കിലും ഞാൻ പറഞ്ഞ കേട്ടല്ലോ. അതേടാ ജബ്ബാർ പറ്റക്കുഴി ഒരു വലിയ VIP ആണെന്ന് അവരറിഞ്ഞു. നമ്മുടെ മുൻ പ്രസിഡന്റ് കലാം സാറിനെ പോലെ അവര് വെറുതെ നീ ഒരു കാര്യം ചെയ്യും. വന്ന വഴിക്കാൻ ഒരു പ്രതിഷേധ പ്രകടനം നടത്തി. ഇവിടെ പ്രകടനം നടന്നല്ലേ? എന്താ എടാ അവന്മാര് സംസാരിച്ചത് ഇംഗ്ലീഷായി പോയി. മലയാളത്തിലായിരുന്നില്ലേ അവരെ പൊളിച്ചാൻ അടയ്ക്കാനാ. ഇങ്ങേരാ ഒന്ന് പോയിക്കാം. എടാ ഞാൻ ആലുവ റെയിൽവേ സ്റ്റേഷൻ നടത്തിയിട്ടില്ല. ഇത് അമേരിക്ക. നമുക്ക് എങ്ങനെ സണ്ണിയെ തെരഞ്ഞു പിടിക്കാമെന്ന് കണ്ടുപിടിക്കാം. അത് ശരി. നമുക്ക് പരിചയമുള്ള ആ കോഡ് പറ. സാധനം കയ്യിലുണ്ടോ? സാധനം കയ്യിലുണ്ടോ? സാധനം കയ്യിലുണ്ടോ? സാധനം കയ്യിലുണ്ടോ? സാധനം കയ്യിലുണ്ടോ? കയ്യിലുണ്ട്. ഹായ്, ഐ എം സണ്ണി. ജഗന്നാഥ്. വെൽക്കം ടു അമേരിക്ക. നല്ല ഹിന്ദി നടന്നേ പോലെ. ഇത് ജബ്ബാർ. ഹായ് മിസ്റ്റർ ജബ്ബാർ. നമസ്കാരം. ഹായ്. ഹലോ വർക്കി. അണ്ണാ റോട്ടിലോടനെ ട്രെയിൻ. ഇക്ക അത് കാറാ, ലിമോസിൻ. ഇതാ പറഞ്ഞ ഇംഗ്ലീഷ് പടമൊക്കെ കാണുന്നു. ഇംഗ്ലീഷ് പടമൊക്കെ കാണും. പക്ഷെ കാറും സ്കൂട്ടറൊന്നും അല്ല, വേറെ ചിലതാ. ചിലര് ശബ്ദം പോലും കാണൂല്ലേ? അതൊക്കെ എന്റെ ഒരു ബലഹീനതല്ല. സാറേ ഇത് സാറിന്റെ വീടാണോ സാറിന്റെ കാറാണോ? ജഗന്നാഥനാളൊരു തമാശക്കാരനാണല്ലേ? ആണോ? നീ തമാശ പറയണം, അല്ലെങ്കിൽ മീശ വരിച്ച് കാണിക്കണം. അതാ അണികൾക്ക് ഇഷ്ടം. അതെ അതെ. സോ ഹൗ വാസ് ദ ഫ്ലൈറ്റ്? ഫ്ലൈറ്റ് ഉള്ളായിരുന്നു. പക്ഷേ ഈ
ആടിനും പൂത്തിനും കൊടുക്കുന്ന ഭക്ഷണമായിരുന്നു. അതൊക്കെ നമുക്ക് ശരിയാക്കാം. നിങ്ങൾ ഈ താമസിക്കുന്ന ഹോട്ടലിൽ നല്ലൊരു ഇറ്റാലിയൻ റെസ്റ്റോറന്റ് ഉണ്ട്. ദേ ഹാവ് ഗ്രേറ്റ് പാസ്ത. 2 ദിവസമായി ഇലയും മടലൊക്കെ കഴിച്ച് നാക്ക് ചത്തി കിടക്കാം. ഇനി പാസ്തയും ക്രൂസ്തയൊക്കെ തന്ന് അതിൽ റീത്ത് വെപ്പിക്കല്ലേ. ഒരിച്ചിരി മീൻകറിയും ചോറും ഒപ്പിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഞാൻ നാളെ ചാണകം ഇടുമെന്ന എന്റെ സംശയം. ഒരു കാര്യം ചെയ്യാം, വൈഫിനോട് പറഞ്ഞാൽ നാളെ ശരിയാക്കാം. അത് മതി. അതെ സാറേ, ഇവിടെ ബിവറേജ് കോർപ്പറേഷനൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? ക്യൂവോ? എന്താ സാറേ ഇത് റൂബിക്സ് ക്യൂബ്, മൈ സ്ട്രെസ് ലീവർ. ഞാൻ ഈ സ്ട്രെസ് ഒക്കെ വരുമ്പോ ഇത് വെറുതെ. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ കണക്കിലൊരു ക്യൂബ് കേട്ടിട്ടുണ്ട്. അതല്ലേ? അല്ല, ഞാനൊരു ക്യൂബ് കേട്ടിട്ടുണ്ട്. അതായത് എനിക്കറിയാം, ഐസ് ക്യൂബ്. ഐസ് ക്യൂബ്. നമ്മുടെ മീനിലിടുന്ന ഐസ് ക്യൂബ് കഴുകിയെടുത്ത് ഗ്ലാസ്സിലിട്ട് മോളടിക്കുമ്പോ അതല്ലേ? അത് ഈ ബിൻ ലാഡൻ ഇടിച്ച് തല പോയൊരു കെട്ടിടം ഇവിടെ ഇല്ലേ? ഉണ്ടോ? ബിൻ ലാദന്റെ അച്ഛൻ വിട്ടേടാ. ഇല്ല, People head into the club like it means something. In the bathroom doing drugs like it means something. On the corner with the 40 like it means something. Home and nothing on the slut like it means something. ഒരു മയത്ത് നോക്കാം. ഒരു മയത്ത് നോക്കാം. യു ഗൈസ് സെറ്റിൽ, ഐ വിൽ ബി ബാക്ക് ഇൻ 5 minutes. ഏതാ? അല്ല, ഒന്ന് സെറ്റിൽ ആകുമ്പോഴത്തേക്ക് ഞാൻ എത്താം. 5 minutes. ചുമ്മാ ഒന്ന് കറങ്ങാല്ലേ? എടാ വർക്കി ഫിഗറല്ലേ? എമർജിംഗ് കേരള. ഹലോ അച്ചായ, ഞാൻ അച്ചായനോട് എന്ത് ദ്രോഹം ചെയ്ത അച്ചായ എനിക്കിട്ട് ഇങ്ങനൊരു പണി തരാൻ? എന്നാ പറ്റി? എന്നാ പറ്റിയെന്നോ? ഇതൊരുമാതിരി അട്ടപ്പാടി എന്നുള്ള ഒരു ലൂലുമോള് കാണാമെന്ന പോലെ എന്നാ അലപ്പും ബേളോ അച്ചായ. ഇവന്മാരാണ് ഇലക്ഷൻ ജയിപ്പിക്കാൻ പോകുന്നത്. ഗെറ്റപ്പ് ചേഞ്ച് ആയെന്നേ ഉള്ളൂ. ആ ജഗന്നാഥൻ ആള് തലയാ, പക്ക പൊളിറ്റിക്കൽ ആക്യുമൻ. പിന്നെ ഒപ്പമുള്ള 2 ഈ വലിയ വലിയ ആൾക്കാരുടെ കൂട്ടത്തില് ബുദ്ധിയില്ലാത്ത ചിലര് പുറകെ കാണുമല്ലോ, അതുപോലെ. ദേഷ്യം കുറച്ച് കൂടുതലാണെന്ന് ഒഴിച്ചാൽ ജഗന്നാഥൻ ആള് പാവ. എല്ലാം ശരിയാവും, പതിയെ ശരിയാവും. ശരിയായ മതിയായിരുന്നു. ഇതൊരുമാതിരി മോങ്ങാനിടുന്നതിന്റെ തലയിൽ തേങ്ങാ വീണെന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. ഷോ, പാര പല രൂപത്തിൽ വരുമെന്ന് കേട്ടിട്ടുണ്ട്. ഫ്ലൈറ്റ് പിടിച്ച് വരുന്നത് ആദ്യമായിട്ട്. അയ്യോ, അവസാനത്തെ പേപ്പറും പോയി. അല്ല, എന്താന്ന് വെച്ചാൽ ഇവര് പേപ്പർ മാത്രം വെച്ച് പേന വെക്കാതെ എങ്ങനെ പരാതി എഴുതും? വെള്ളമില്ല എന്നുള്ള കംപ്ലൈന്റ്. അല്ലാ, പഠിച്ചോനെ ഭയങ്കര കഷ്ടമായിപ്പോയി. നാളെ തന്നെ ഒരു വലിയ ബക്കറ്റും ഒരു കപ്പും സംഘടിപ്പിക്കണം. അയ്യോ, വൈൻ ഗ്ലാസാ? ആഹാ. അമേരിക്കയാണ് പോലും, അമേരിക്ക. കക്കൂസിൽ വെള്ളമില്ല. നോക്കിക്കോ, പകുതി വെള്ളം ഞാൻ ബാക്കി വെക്കും. Coffee? Coffee? എന്താ പേര്? What's your name? Lisa. Lisa. Good name. No, Lisa. Oh, Mona Lisa എന്ന് കേട്ടിട്ടുണ്ട്. No, Lisa. I am too late. Oh, tube light. Nice name. Not my name. My name is Jagannath. Oh, Chakonatha? Not Chakonathan. Jagannathan. Sorry. Oh. അമേരിക്ക തന്നെ മോനെ. അവക്ക് വന്ന ഫോൺ എടുക്കാൻ എന്നോട് എക്സ്ക്യൂസ് മീ. ജഗൻ,
ഇവിടെ ഉണ്ട്. യു ആർ നോട്ട് റെഡി യെറ്റ്. ജോൺ കാത്തിരിക്കുകയാണ് ഫോർ എ മീറ്റിംഗ്. ഞാൻ റെഡിയാണ്. ഇതെന്താ മുണ്ടും ഷർട്ടും? മുണ്ട് ഷർട്ടാണ് സൗകര്യം. ഒരുപാട് വായു സഞ്ചാരം ഉണ്ടാവുമല്ലോ. ഈ കോട്ട് സോട്ടും ഒക്കെ ഇട്ട് ആരെ കഴുത്തി കയറി പിടിച്ചവലാണ്. അണ്ണാ എങ്ങനെയുണ്ട്? ലുങ്കി എടുത്ത് നടന്ന ടീമാണ് ഉഗ്ര. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, യു ഹാവ് ടു മീൻ സൂട്ട് ഫോർ എ മീറ്റിംഗ് വിത്ത് ജോൺ. നോ, അണ്ണാ സൂട്ട് ശരിയാവില്ല. ഇല്ല എന്ന് പറഞ്ഞു കൊടുത്തടാ സാറേ. ഞങ്ങൾ പറഞ്ഞു ശരിയാക്കി. ടൈം ഒരുപാടായി. ഇവിടെ ഡ്രസ് കോഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ പറഞ്ഞതല്ലേ അണ്ണാ. കണ്ണടക്കി നിങ്ങൾക്കൊക്കെ അല്ലേ എന്നെ ഒരു വിലയില്ലാത്തത്. ഇവിടെ ഈ കോട്ടും ടൈയും കിട്ടിയ വിളുമ്പന്മാർക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്തൊരു പ്രോബ്ലം എന്നപ്പോ എന്നെ വിളിച്ചത് കണ്ടാ? അണ്ണൻ ആരാ? Hey, hi Sunny. Good morning. What's up? Good. ഞങ്ങളുടെ PR and marketing brain, second in command, Andy. ഹലോ. Excuse me. സച്ചിദാനന്ദൻ എന്നാ മുഴുവൻ പേര്. അങ്ങനെ ഒരു പേരിനെ ഇങ്ങനെ ആക്കിയത്? സച്ചിദാനന്ദൻ തന്നെയാണ് ഫുൾ നെയിം ഒഫീഷ്യലി. പഠിക്കുന്ന കാലത്ത് IIM ഫ്രണ്ട്സ് ആണ് ആനന്ദ് എന്ന് ചുരുക്കി. ഇതിപ്പോ സണ്ണിയുടെ കൂടെ ചേർന്നപ്പോ അത് ആന്റിയായി. ഓരോ രാജ്യത്ത് ജീവിക്കാൻ ഓരോ വേഷം. വേഷം കെട്ടുന്നതിൽ തെറ്റില്ല. ജീവിതവും വേഷവും ഒന്നാകാതിരിക്കുന്നിടത്തോളം കാലം. ഒരു അവസരം കിട്ടിയപ്പോ പറഞ്ഞു തരുള്ളൂ. ശരി, welcome to America. Don't worry, I'm okay. Okay, everybody. I recognize you, Mr. Jaganagi. Such a pleasure to meet you. Sonny has told me everything about you. John, we're gonna. I recognize you, Mr. Nagajaki. Sonny's told me all about you. I want to be the governor. You want my baby? I'm a modest man, and you can help me make it. ചില പറഞ്ഞു എല്ലാം മനസ്സിലായ? വെൽ, ഓക്കെ. സണ്ണി പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾക്ക് അവിടെ നാട്ടിൽ വേലയും കൂലിയില്ലാത്ത ആൾക്കാരൊന്നുമല്ല. ഞങ്ങളെപ്പറ്റി അന്വേഷിച്ചില്ലെങ്കിൽ അവിടെ പോയി അന്വേഷിച്ചാലേ മനസ്സിലാവും. ഞങ്ങളതെല്ലാം പറഞ്ഞ് ശരിയാക്കി തരാം. You talk him. He talk me. I'll explain to you later. Oh, my phone. Excuse me, guys. Okay. ഇയാൾ എന്തോന്നേ ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ ടോസ് പിന്നീട് മാതിരി ഒരുപാട് കുറവണാന്ന് ഇംഗ്ലീഷിൽ പറയണേ? Any problems? No, only solution. ഒരു വർഷം
ഞാൻ പറയുന്ന ഇംഗ്ലീഷ് ഇയാൾ 1 മിനിറ്റ് പറഞ്ഞു. Can you guys stay out for 2 minutes? I'll just speak to John and come back. അല്ല 1 മിനിറ്റ് ഒന്ന് വെളിയിലോട്ട് നിന്ന് ജോണിനോട് സംസാരിച്ചിട്ട്. ഓ അങ്ങനെ. ബുഷ് അരെ ഇയാടെ കൂടെ. ഓ ബുഷ്. അന്ന വാതില് പുഷ്. No phone calls. Just take messages. ആദ്യം എനിക്കറിയേണ്ടത് ഇവിടുത്തെ ഇലക്ഷനെ കുറിച്ചാണ്. ഈ ഗവർണർ സ്ഥാനം നാട്ടിലെ കണ്ണു കാണാത്ത വയസ്സായ ഓൾഡ് ബോയ്സിന് കൊടുക്കുന്ന പണിയാണ്. അതിനിവിടെ ഇലക്ഷനോ? Well, actually, ഇവിടുത്തെ ഗവർണർ ഇറ്റ്സ് ലൈക്ക് നാട്ടിലെ ചീഫ് മിനിസ്റ്റർ. അപ്പൊ സാർ ഇവിടുത്തെ ഗവർണർ. അപ്പൊ ഇവിടുത്തെ ഗവർണർ നാട്ടിലെ ഉമ്മൻചാണ്ടി സാറാണോ? Let me come to the point. ഇവിടെ 2 പാർട്ടികളേ ഉള്ളൂ, റിപ്പബ്ലിക്കൻസ് ആൻഡ് ഡെമോക്രാറ്റ്സ്. We are Republicans, which is indicated by the red spots. Naturally, blue spots ആണ് റെഡ് സ്പോട്സിനെക്കാട്ടിൽ കൂടുതൽ. അതിന്റെ കാരണം നമുക്ക് സ്വാധീനമുള്ള കൗണ്ടീസ്, നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ ജില്ല, വളരെ കുറവാണ്. ദ റീസൺ, നമ്മുടെ കാൻഡിഡേറ്റ് ജോൺ കോരിയുടെ പബ്ലിക് റേറ്റിംഗ് വളരെ മോശമാണ്. ഈ റെഡ് സ്പോട്സ് ഒന്ന് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. ദാറ്റ്സ് വൈ യു ഓൾ ആർ ഹിയർ. എക്സ്ക്യൂസ് മീ, ഇത്രയും സില്ലി കാര്യത്തിനാണോ അണ്ണനോട് വിളിച്ചുകൊണ്ട് നിർത്തിയിരിക്കുന്നത്? കുറച്ച് ചോന്ന പൊട്ട് വാങ്ങിയ നീല പൊട്ടിന്റെ മേലെ ഒട്ടിച്ചപ്പോ ഒരു പ്രശ്നം കഴിഞ്ഞില്ലേ? കോഴിയുടെ റേറ്റിംഗ് പൊങ്ങൂല്ലേ? പൊങ്ങിയില്ല. ആരാണ് ഈ ജോൺ കോറിയുടെ എതിരാളി? ആരാണ്? It's a guy called George Hope. ആര്? എനി സൊല്യൂഷൻസ്? നമ്മുടെ മത്തായി കോൺട്രാക്ടറെ പോലെ ഉണ്ടല്ലേ അണ്ണ? ഈ സൊല്യൂഷൻ കൊടുക്കാനും വോട്ട് കിട്ടാനും ആദ്യം വേണ്ടത് പ്രോബ്ലമാണ്. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നവനാണ് ഉത്തമ പൊളിറ്റീഷ്യൻ. ഇന്ത്യയിൽ എപ്പോ തൊട്ടാലും പൊട്ടുന്ന ഒരു പ്രശ്നത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ജാതി. We don't have any issues like that. States level ജാതി. ജാതി ഇല്ലാത്ത നാടൻ. ഈ ബ്ലാക്സും വൈറ്റ്സും തമ്മിൽ പണ്ട് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും നൗ there's no issue. മതി. ഉണങ്ങാത്ത മുറിവിലാണ് എളുപ്പത്തിൽ ചോര പൊടിയുക. നിങ്ങൾ തന്നെ ഈ ഐഡിയ തന്നെ ചെയ്തെന്നിരിക്കട്ടെ. ഹൗ ഡു യു പ്ലാൻ ടു അച്ചീവ് ഇറ്റ്? ഐഡിയ എത്ര വേണേലും തരാം, പക്ഷെ അതിൽ നിന്നുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ നിങ്ങളുടെ ഈ ജോൺ കോറിയുടെ എതിരാളി ജോർജ് ഹോപ്പിന്റെ തലയിൽ പോയിരിക്കണം. Right now, we have reports from Compton of race riots between whites and blacks over a whole bunch of issues we're not getting a clear account of. About to make it see. I'm gonna take a stand with the better Johnny. Yo. Me? No? About to make it see. I'm gonna take a stand with the better Johnny. Right now to talk to you about John Corey on the scene, bringing both these communities together. Let me say this. There is no place for racial disharmony in my country. We are all brothers and, if you're a girl, sisters.
like the keys on my piano keyboard. We played the tunes together. Bobby Marley, one of my favorites. Cheers. ഞാൻ കുടിച്ചില്ല. കൺഗ്രാറ്റ്സ് ജഗൻ. കോരി ഈസ് എ ഹാപ്പി മാൻ. അങ്ങനെ ആദ്യമായിട്ട് നമ്മുടെ റേറ്റിംഗ് ഹോപ്പിനെക്കാട്ടിലും മുമ്പ്. അത് പിന്നെ അണ്ണൻ ഒരു കാര്യത്തിൽ കൈവച്ച പിന്നെ ബാക്കി പറയാനുണ്ടോ? അമേരിക്കയിലെന്നല്ല, ലോകത്തെല്ലായിടത്തും മനുഷ്യന്മാരൊന്നാണ്. 4 പേര് കൂടുന്നിടത്ത് അവര് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ മാത്രമേ കാണൂ. ജാതി, മതം, ഭാഷ, ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങൾ. അതെ സാറേ, നാളെ അടിച്ച പിന്നെ അണ്ണ പറഞ്ഞൊക്കെ ഫിലോസഫി ഫിലോസഫി. ഒരവസരം കിട്ടിയപ്പോ പറഞ്ഞു. കറുത്ത പെണ്ണേ, നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ, വരുത്തപ്പെട്ടേ. How's everything? Hey, beauty, what's your name? Kimberly. എന്ത് തുമ്പി? Karthumbi. Will you marry me? You will be the princess of Kerala. God's own country. Yeah. I'm sorry. I have a partner already. അതാരെ വെള്ളപ്പാട്ട്? ഓ, മഴ കാരണം ഇന്ന് നമ്മുടെ കളി മുടങ്ങി. ഇറ്റ്സ് ഓക്കെ ജഗൻ. ലെസ്ബിയൻ. FB അല്ല, ലെസ്ബിയൻ. ലെസ്ബിയൻ എന്ന് വെച്ചാൽ പെണ്ണുങ്ങളും. ഓ, അത് ഇവിടുത്തെ കാണാൻ കൊള്ളാവുന്ന പെണ്ണുങ്ങൾ മറ്റു പെണ്ണുങ്ങളുമായിട്ട് ഇങ്ങനെ ഈ ആണുങ്ങൾക്കൊന്നും നീ എന്ത് ചെയ്യും? അതായിരിക്കും അവളുമാരും നമ്മളെ മൈൻഡ് ചെയ്യാത്തെ. അല്ലെങ്കിൽ അവളുമാർക്ക് ഞാൻ ഡീൽ ചെയ്തോളാം. ഡോണ്ട് വറി. ഞങ്ങൾ കുറച്ചുകൂടെ ഇരുട്ടായിട്ടേ വരുള്ളൂ. ഞങ്ങളും സാർ ഇരുട്ടായിട്ടേ വരുള്ളൂ. ഓക്കെ, ടേക്ക് കെയർ ഗൈസ്. ഓക്കെ, ബി സേഫ്. ടേക്ക് കെയർ. പ്ലീസ്. നമ്മള് പൊളിക്കും പോലെ. പോയി അണ്ണാ, ഹാപ്പി ഡേയ്സ് ഇൻ അമേരിക്ക. തീറ്റയും കുടിയൊക്കെ പേശായി നടക്കുന്നു. അത് അടിപൊളിയായിട്ട് നടക്കുന്നു. ഒരു അമേരിക്കൻ പിള്ളേ സെറ്റപ്പ് ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ട് ഞാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇത് ഏൽപ്പിച്ച് എന്നെ പറഞ്ഞു. അണ്ണാ, ഈ വെളിമ്പികളുടെ മുടിയൊക്കെ ഉണ്ടല്ലോ, വെറും ചകിരിച്ചോറ് പോലെ. അതൊക്കെ നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങളുടെ മുടി. കാലത്തെ വെളിച്ചെണ്ണയൊക്കെ തേച്ച് തലയിൽ ഒരു തുളസിപ്പൂവും വെച്ച് വരുമ്പോ കാണാനൊരു പ്രോമിസസ് നിനക്കൊക്കെ പരിധി പെണ്ണാക്കായിരിക്കും. പക്ഷെ എനിക്ക് ഇത് ഞങ്ങൾ ഒരുപാട് കേട്ടതാ. അണ്ണൻ പറഞ്ഞോ. ആരുടെ പോസ്റ്റ് ഇവിടെ കൊണ്ടുവച്ചേ? ആരുടെ പോസ്റ്റ് ഇവിടെ കൊണ്ടുവച്ചു? അണ്ണാ, ഇത് നമ്മുടെ മറ്റോനല്ല അണ്ണാ, വാസ്കോട. ഏത് വാസ്കോട? മറ്റോ